ഇന്ന് കോഴിക്കോട് ട്രിപ്പിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളങ്ങനെ ട്രെയിൻ ഇറങ്ങി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഡിസ്കഷനിലായിരുന്നു ഇനി നമ്മൾ എങ്ങോട്ടാണ് അടുത്ത പോണേന്ന്. രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ ആയിരുന്നു ഞങ്ങളെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു 1:30-2 മണി ആയി അവിടെ എത്തിയപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല അടിപൊളി മന്തി സ്പോട്ട് ഏതാണെന്ന് നോക്കണം. അപ്പോൾ റഹ്മാനിയ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒന്നും നോക്കിയില്ല, ഞങ്ങൾ സൂഫി മന്തിയിലേക്ക് പോയി. ഓട്ടേക്കേറി സൂഫി മന്തിയിലേക്ക് പോയി. അങ്ങനെ കറക്റ്റ് ടൈമിങ്ങിലാണ് ഞങ്ങൾ സൂഫി മന്തിയിലേക്ക് കയറിയത് പോലും. എന്തോ തിരക്കൊന്നും അധികം ഉണ്ടായില്ല കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ ആലോചിച്ച്, കാരണം സത്യത്തിൽ മന്തി ഷോപ്പിലൊക്കെ നല്ല തിരക്കുണ്ടാവുന്നതാണ് ആ ടൈമിൽ. പക്ഷേ ഒട്ടും തിരക്കുണ്ടായില്ല. പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിലായിരുന്നു അതിൻ്റെ ട്വിസ്റ്റ് ഉള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. മന്തിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ലാനിമ അവിടെ നിന്ന് കരച്ചിലും ബഹളമാണ്, ആൾക്ക് എന്ത് കഴിക്കുമെന്നൊന്നും അറിയാണ്ട്. അങ്ങനെ മയോണൈസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മയോണൈസ് ടേസ്റ്റ് ചെയ്യുക. അടിപൊളി മയോണൈസ് ഇഷ്ടം, ഒരു രക്ഷയില്ല. നല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും സൂഫി മന്തി കോഴിക്കോട് സൂഫി മന്തി പോവുകയാണെങ്കിൽ മയോണൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അങ്ങനെ മന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വിശന്ന് പൊരിഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തിയത്. കാരണം അറിയാലോ, ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഉള്ള സ്നാക്സൊക്കെ ആയിരുന്നു ഞങ്ങൾ കഴിച്ച്. നല്ല ഉച്ച സമയവും നല്ല പൊരിഞ്ഞ വെയിലും അടിപൊളി മന്തിയും. ആഹാ, എന്ത് ടേസ്റ്റായിരുന്നു മന്തിയും ആ മയോണൈസും. പിന്നെ അതിലൂടെ ഞങ്ങൾ നല്ലൊരു മസാല ഷവായ ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ച് നല്ല അടിപൊളി മന്തി, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് കൂടുതലും അതിൻ്റെ ഹൈലൈറ്റ് മയോണൈസായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ബട്ടർ ചിക്കനും മേടിച്ചിട്ടാണ്, അത് അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫിനിഷാക്കി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഒരു രക്ഷയില്ല, നല്ല തിരക്ക്. ഓരോരുത്തരും ടോക്കൺ എടുത്താണ് അകത്തോട്ട് കയറുന്നത്. കാരണം ഞങ്ങൾ ഷാർപ്പ് ടൈമിലെത്തിയത് കാരണമായിരിക്കാം ഞങ്ങൾക്ക് അധികം തിരക്ക് തോന്നിയില്ല. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അവിടെ നിന്ന് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. അതും നല്ല ഉച്ച ടൈം, പൊരിഞ്ഞ വെയിൽ, ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷേ കോഴിക്കോട് വരുന്നവർ എന്തായാലും ബീച്ച് വിസിറ്റ് ചെയ്യാതിരിക്കില്ല. പിന്നെ ഓരോ ഫുഡും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഷോർട്സിലിടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അടുത്ത വീഡിയോസൊക്കെ ഓരോന്നായിട്ട് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.